വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ പറയുന്ന പോലെ തന്നെ കുറേ നാൾക്ക് ശേഷമാട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫ് കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിയാൻകുട്ടൻ രാവിലെ സ്കൂളിൽ പോണതിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ ഇടയിലാണ് കുറച്ച് ടൈം കിട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ അവന് പഠിക്കാൻ ഭയങ്കര മോഹമാണ്. ഇപ്പോൾ ഒരു സ്ലേറ്റും പെൻസിലൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ എന്താ പറയുക, ഡിജിറ്റലായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരുടെയും കയ്യിൽ ഈ ഒരു സ്ലേറ്റും പെൻസിലും കാണും മിക്കവാറും. അപ്പോൾ അവന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാട്ടോ, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അമ്മ ഇവിടെ എപ്പോഴും പറയൂ കേട്ടോ, ഇപ്പോഴേ അവൻ പഠിക്കാൻ ഭയങ്കര ഇത് കാണിക്കുകയാണെങ്കിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എപ്പോഴും പറയൂ കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ ലെറ്റേഴ്സൊക്കെ അവന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഡിലേ ആണ് സംസാരിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ചു. അപ്പോൾ കുറച്ച് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അവനെ ടങ് ടൈ ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇനി ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ സിയാൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ സിയാനെ എങ്ങനെ ഒന്നാക്കി എടുക്കണം, അവനെ സംസാരിപ്പിച്ചെടുക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ കുറച്ച് തിരക്കിലും ഉണ്ടായിരുന്നു, പുറകിലായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ സിയാൻകുട്ടനെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് അവൻ്റെ കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര ആഴ്ച ആയിട്ടോ. അപ്പോഴേക്കും മുഴുവൻ പൊടിയാണ്, അതിൻ്റെ കൂടെ ചെള്ളിൻ്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെള്ള് ഒരു വഴി കൂടി ഉണ്ട്. രാവിലെ മുഴുവൻ അമ്മ ഹിറ്റടിച്ചിടും രാത്രി. അപ്പോൾ അതെല്ലാം വീണിട്ട് അവൻ്റെ കാറിലോട്ടൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ കവർ ഇട്ടിട്ട് മൂടി വെക്കുന്ന പക്ഷേ ഞാൻ ഒന്നോടെ വന്നിട്ട് ആ കവറെല്ലാം കളയും കേട്ടോ. അപ്പോൾ അതേ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തുണിയൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എൽഡിൻ്റെ എത്ര കഴുകി വെച്ചാലും പിന്നെയും കുന്നുകൂടി കിടക്കും കേട്ടോ. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ കറണ്ട് ബില്ല് കൂടുമെന്ന്, അത് വാഷിംഗ് മെഷീനിലാണ് നമ്മൾ കഴുകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഈ മാസം എല്ലാവരുടെയും കറണ്ട് ബില്ല് നല്ലൊരു എമൗണ്ട് വന്ന് കാണുമെന്ന് തോന്നുന്നു അല്ലേ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ഇല വന്നിട്ട് കയറി അഴ പകുതിയായിട്ടോ. അതുകൊണ്ട് തന്നെ തുണി ഇടാനായിട്ട് സ്ഥലമില്ല. ഇതുകൊണ്ട് നമുക്ക് ഇതാക്കി മാറ്റി വെക്കാനും നമുക്ക് തോന്നണില്ല കേട്ടോ, കാരണം നന്നായിട്ട് വളരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു 11 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആപ്പിൾ കഴിച്ചു. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഞാൻ മേടിച്ചാൽ കഴിക്കുന്നു. സ്നാക്സും മാക്സിമം ഞാൻ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയ ഫ്രൈഡേയ്സ് അല്ലെങ്കിൽ സാറ്റർഡേയ്സ് മാത്രം ഞാൻ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാറുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി എൻ്റെ ഫേസിൽ മുഴുവൻ മോക്കുരു വന്ന് നല്ല വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അത് സ്നാക്സ് നിർത്തിയപ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ അമ്മ അവലോസ് പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിയാനും അതെ, എൽഡനും അതെ, നമ്മുടെ അവലോസ് പൊടി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പുറമേ നിന്ന് സ്നാക്സ് മേടിക്കുന്നത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ സിയാനും മാത്രം ഒരു ചെറുതായിട്ട് ഇങ്ങനെ സ്നാക്സ് മേടിച്ച് കൊടുക്കുന്നുണ്ട് സ്കൂളിൽ വിടാനായിട്ട്, ഒരു ഐറ്റം മാത്രം കേട്ടോ. അപ്പോൾ നമ്മളത് കാരണം നമ്മളും എടുത്ത് കഴിക്കില്ല. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും സ്നാക്സ് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ണവും ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും വണ്ണം ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിയാൻ വരുന്നതിന് മുമ്പായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുകയാണ്. ഒരുപാട് ചെള്ളെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെള്ള് കേട്ടോ. തൂത്ത് നമുക്ക് ദേഷ്യം വരും. നമ്മളിപ്പോൾ തൂത്ത് പോണ വഴിക്ക് ഇതേപോലെ ചെള്ള് കിടക്കൂട്ടോ. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര കുറവാട്ടോ. ഞാൻ രാത്രി ഞാനൊന്ന് തൂത്തിടും കേട്ടോ. കാരണം സിയാൻ്റെ മേത്തോ എന്തെങ്കിലും കയറിയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഒന്നോടൊന്ന് തൂക്കും രാത്രി ആകുമ്പോഴേക്കും. അന്നാണ് രാവിലെ വരുമ്പോഴേക്കും മഴ പെയ്ത പോലെ ഇങ്ങനെ ചെള്ള് കിടക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഇങ്ങനെ റബ്ബറൊക്കെ ഉള്ള വീടരിയത്തെ എല്ലാവരുടെ വീട്ടിലിങ്ങനെ കാണുന്നുണ്ടെന്ന് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ശല്യമാണ്. ഇത് ക്ലീൻ ചെയ്താൽ ഇത് പോകത്തുമില്ല, ജീവനുണ്ട്. പിന്നെ ഹിറ്റടിക്കുക അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല കേട്ടോ. ചിലർ പറയും മണ്ണെണ്ണ, അതൊക്കെ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷനാണ്. ഇപ്പോൾ ഹിറ്റടിച്ചാലും അത് തന്നെയാണ്, സെയിം ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഹിറ്റടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ചത്തു പോകുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് പ്രഗ്നൻ്റ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഞാൻ മടുത്തു. ഞാൻ ഓരോ വീഡിയോയിലും ഇത് ഞാൻ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇത് തന്നെ എന്നടുത്ത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ വീഡിയോയിൽ വരാത്തത്, വീഡിയോ ഇടാത്തത് അതുകൊണ്ടാണോ, എൽഡിനെയാണല്ലോ ഇപ്പോൾ വീഡിയോയിൽ കൂടുതലും കാണുന്നത്, എന്താണ് പറ്റിയത് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ മടുത്തു. അപ്പോൾ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും, ഞങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീഡിയോയിൽ വന്നിട്ട് ചെയ്യാനായിട്ടാണ് കരുതിയത്. പക്ഷെ പല തിരക്കിലും അങ്ങനെ പോയി അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം സിയാൻ്റെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ്റെ ആ ടങ് ടൈൻ്റെ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡോക്ടറെ അടുത്ത് ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്തിട്ട്, കാരണം നമുക്കൊരു മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ടാവില്ലല്ലോ. അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനമുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ വൈകിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോഴേക്കും ചെയ്യാൻ സ്നാക്സ് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ മാക്സിമം സ്നാക്സ് ഒഴിവാക്കാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അവൻ വന്നു കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് ചോറിനോടെ കഴിക്കാനായിട്ട് കേട്ടോ. പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സ്നാക്സ് ഇരിപ്പുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ തന്നെ ഇത് വെളിച്ചെണ്ണ ആകുമ്പോഴേക്കും നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞങ്ങളും കുറച്ച് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബിഗ് ബോസും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എള്ളിന് ഇത് കഴിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ്. എള്ളിന് ഇത് അധികം കഴിക്കാറില്ലാത്ത ആളാട്ടോ. പക്ഷേ എള്ളിന് ഇത് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അതാണ് അതിൻ്റെ എക്സ്പ്രഷനാണ് ഇടുന്നത്. അതേ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറേ തുണി ഞാൻ അകത്തെടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഇപ്പം സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമൊക്കെ വേണം കേട്ടോ. കാരണം എൽഡിൻ്റെ തുണിയാണ് കൂടുതലുള്ളത് കേട്ടോ. എൽഡിൻ്റെ എല്ലാം ഈ കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഭയങ്കര പാടാണ്, അലക്കി എടുക്കാനും പാടാണ്. എൽഡിനാണെങ്കിൽ ഒരു കുന്ന് തുണി എടുത്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കുള്ള ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതേ ചെള്ള് അതൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇതേ കാണിച്ചു തരാം കേട്ടോ. എന്തൊരു ശല്യമെന്നറിയാം, തൂത്ത് കളഞ്ഞാലും വീണ്ടും വരും. അപ്പോൾ അതേ ഒരു 6 മണി ആയൊരു അവസ്ഥയാട്ടോ. നല്ല മഴക്കാറ് വരാനായിട്ട് പോവുകയാണ്. സിയാനാണെങ്കിൽ വന്നിട്ടുമില്ല കേട്ടോ. സിയാൻ്റെ വാനിൽ ചെറിയ ഒരു ഒമ്നി വാൻ ഉണ്ട്, അതിലാണ് അവർ കൊണ്ടാക്കട്ടെ. വീണ്ടും മുറ്റത്ത് തന്നെ കൊണ്ടാക്കും. അത് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതേ സിയാന് ഞാൻ വൈകിട്ടായപ്പോഴേക്കും പാല് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഞാൻ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അവന് അലർജി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാട്ടോ ഞാൻ കൊടുത്തത്. ആദ്യ സമയത്തൊക്കെ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവന് കുഴപ്പമില്ല, 3 വയസ്സായല്ലോ ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ ചെറിയ രീതിയിൽ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട്, ഭയങ്കരമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കത്തുമില്ല കേട്ടോ. സിയാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതും. അപ്പോൾ നമ്മുടെ സിയാൻകുട്ട പഠിക്കുന്നത് കാണാം കേട്ടോ. ഇനി അമ്മി, ആന, ആന, ഇല, എടുക്കട്ടടാ. അപ്പോൾ സിയാൻ ക്യാമറ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഫോൺ വേണം. അപ്പോൾ ഞാൻ മാക്സിമം ഫോൺ കൊടുക്കാതിരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാലും അവന് വേണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ അവന് വേണം, ബോറടിച്ചിട്ട്. അതേ മഴയൊക്കെ പെയ്ത് നല്ല രസമായിട്ട് മഞ്ഞ് കൂടിയിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ പൊതുവേ ആൾക്കാർ ഇവിടെ ഉള്ളവർ പറയും കേട്ടോ, ഞങ്ങളുടെ വീടാണ് ഏറ്റവും ഭംഗി കാണാനായിട്ട്, ഇങ്ങനെ റബ്ബർ മരത്തിൻ്റെ ഇടയിൽ നിന്ന് കാണാനായിട്ടൊക്കെ നല്ല രസമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത്.